അമ്പിളിയിൽ എന്തുണ്ടെന്ന് തേടിയ കവിഭാവനയ്ക്ക് കാലങ്ങൾക്കിപ്പുറം ചേർത്തല ശ്രീധരപ്പണിക്കർ സോമനാഥ് മറുപടി പറഞ്ഞു. രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞ ആ മറുപടിയാണ് ചന്ദ്രയാൻ 3. രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ രാജ്യമേൽപ്പിച്ചത് ചന്ദ്രൻ്റെ മറ്റൊരു വിളിപ്പേരായ സോമനാഥിനെയാണെന്നത് കാലത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന യാദൃച്ഛികത. ചന്ദ്രയാന് പിന്നാലെ ആദിത്യ L1, ഗഗൻയാൻ തുടങ്ങി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പര്യവേഷണങ്ങൾ മാനത്തോളം ഉയരുകയാണ്. കൊല്ലത്തെ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1985 VSSCയിൽ ചേർന്ന അദ്ദേഹം ആദ്യഘട്ടത്തിൽ PSLVയുടെ ഏകീകരണത്തിൻ്റെ ടീം ലീഡറായിരുന്നു. ലോഞ്ച് വെഹിക്കിളുകളുടെ സിസ്റ്റം എഞ്ചിനീയറിംഗ് മേഖലയിൽ വിദഗ്ധനാണ് സോമനാഥ്. അസ്ട്രോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സ്പേസ് ഗോൾഡ് മെഡലും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. സ്വപ്രയത്നത്തിലൂടെ മലയാളത്തിൻ്റെ മണ്ണിൽ നിന്നും ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്ന വ്യക്തിത്വങ്ങളെയാണ് ശ്രീശങ്കര പുരസ്കാരം നൽകി ഞങ്ങൾ ആദരിക്കുന്നത്. മാനത്തെ അമ്പിളിയെ രാജ്യത്തിൻ്റെ കൈക്കുമ്പിളിലെത്തിച്ച ISRO ചെയർമാൻ S. സോമനാഥിനെ ആദരിക്കുന്നതിൽ അതിയായ അഭിമാനമുണ്ട്. കുഞ്ഞുനാളിൽ വീടിൻ്റെ മുറ്റത്ത് പായ വിരിച്ചു കിടക്കുമ്പോൾ ആകാശത്ത് കണ്ട നക്ഷത്രങ്ങൾ സോമനാഥിന് സ്വപ്നങ്ങളായിരുന്നില്ല, ലക്ഷ്യങ്ങളായിരുന്നു. അവിടേക്കുള്ള തീരാത്ത പ്രയാണങ്ങൾക്ക് ആദിശങ്കര ട്രസ്റ്റിൻ്റെയും ശ്രീ ശാരദാ വിദ്യാലയത്തിൻ്റെയും പ്രാർത്ഥനകൾ നിറഞ്ഞ ഭാവുകങ്ങൾ.